Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് ഒരു 4 മണി പലഹാരം, അതും നമ്മുടെ വീട്ടിലുള്ള ചോറ് വെച്ചിട്ട് ഞൊടിയിടയിൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ആ സെക്കൻഡിന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം, ഒരു സ്നാക്കാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ് വടയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ചോറ് വട ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചോറ് അത്യാവശ്യം നല്ല വെന്ത ചോറാണെങ്കിൽ കൂടുതൽ നല്ലത്. അതല്ല, വെന്തിട്ടില്ല, നന്നായിട്ട് വേകാത്ത ചോറാണെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ വെന്ത ചോറായതുകൊണ്ട് ഞാൻ ക്രഷ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്, വടയ്ക്ക് നല്ല ഷേപ്പ് കിട്ടാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു 1/4 ടീസ്പൂൺ മതിയാകും, കൂടിപ്പോണ്ട. പിന്നെ ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, അതും ഒരു 1/4 ടീസ്പൂണിന് അടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിനകത്തേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കടലമാവ് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കുഴയ്ക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റ് ഒരു സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിന് പൊടി ചേർത്ത് കൊടുക്കുക. വേണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് പരിപ്പ് വടയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തെളിച്ച് കൊടുക്കുക. പൊടി പോരെന്നുണ്ടെങ്കിൽ അല്പം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞത്, ചോറ് നന്നായിട്ട് വെന്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അതല്ല, വേകാത്ത ചോറാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് വേകാത്ത ചോറാണെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്. ചോറ് നമുക്ക് ഇത്തിരി ഒന്ന് കടിക്കാൻ കിട്ടുന്നതും കൂടാണ് നല്ലത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. കുറച്ച് സവോളയും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ഷേപ്പാക്കി, പരിപ്പ് വടയുടെ ഷേപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാത്രത്തിലാണ് വറുത്തെടുക്കുന്നത്, കാരണം എണ്ണ കൂടുതൽ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വലിയ പാത്രമൊന്നും വെച്ചില്ല. അപ്പോൾ കുറച്ച് എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊരല്പം എണ്ണ തടവിയിട്ടുണ്ട്, ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറം കരിഞ്ഞു പോകും. ചോറല്ലേ, അപ്പോൾ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള വട നമുക്ക് കിട്ടും. ഈ ചോറ് വട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇങ്ങനെ നമുക്ക് മുഴുവനും വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ് വടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Thank you.